കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും കാണുന്ന സമാനമായ കാഴ്ചകൾ തന്നെയാണ്. മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, പത്തനംതിട്ട പോലൊരു നഗരത്തിലും റോഡരികിലും കടമുറികൾക്ക് മുന്നിലും സ്ഥിരമായി കിടന്നുറങ്ങുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമൻ അവരുടെ അടുക്കലുണ്ട്. പ്രവീൺ, മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, പത്തനംതിട്ട പോലുള്ള നഗരങ്ങളിലും കാഴ്ചകൾ വ്യത്യസ്തമല്ല അല്ലേ? അരുൺ, പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികളുള്ള ഒരു സ്ഥലം ആണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. നാം രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പത്തനംതിട്ട നഗരത്തിലേക്ക് ഇറങ്ങിയാൽ പല സ്റ്റോപ്പുകളിലായി നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് അതിഥി തൊഴിലാളികൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് ആരെങ്കിലും വിളിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയൊക്കെ പല ആളുകളും കടത്തണകളിൽ കിടന്നുറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അതിഥി തൊഴിലാളികൾ താമസിപ്പിക്കുന്നതിനായി വീടുകൾ, ഒപ്പം തന്നെ ലോഡ്ജുകൾ പോലുള്ള സംവിധാനങ്ങൾ കൂടുതലായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ ഇങ്ങനെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്നവർ പത്തനംതിട്ടയിൽ കുറവാണ് എന്ന് പറയാം. പക്ഷേ എങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്താണ്. ഈ റോഡ് പോലീസ് സ്റ്റേഷൻ റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഇതുപോലെയുള്ള നിരവധി ആളുകൾ പലയിടങ്ങളിലായി അന്തിയുറങ്ങുന്നുണ്ട്. അവർ വൈകിട്ട് ഈ സമയമൊക്കെ ആകുമ്പോൾ, പത്തനംതിട്ടയുടെ പ്രത്യേകത രാത്രി 8 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് ബസ് ഗതാഗതം ഇല്ല എന്ന് പറയും. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഫാസ്റ്റ് പാസഞ്ചറുകൾ ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രാത്രി ഒരു 8:30-ക്ക് ശേഷം പത്തനംതിട്ട നഗരത്തിൽ ഗതാഗത സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടി പല ആളുകളും ഇങ്ങനെ കടത്തണകൾക്ക് മുന്നിലൊക്കെ ഈ കാണുന്ന രീതിയിൽ കിടന്ന് ഉറങ്ങുക പതിവാണ്. ചേട്ടൻ്റെ വീട് എവിടെയാണ്? എനിക്ക് വീടില്ല, ഒന്നുമില്ല. പത്തനംതിട്ട തന്നെയാണ് എൻ്റെ വീടും സ്ഥലമല്ല. വീടും സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്കിപ്പം വയസ്സ് 67 വയസ്സുണ്ട്. ഓക്കെ, ഞാനിവിടെ തടി വെട്ടും, കിണർ വെട്ടും, അങ്ങനെ കൂലിപ്പണി, കൃഷിപ്പണികളൊക്കെ, അങ്ങനെ ഒരുപാട് പണികളൊക്കെ ചെയ്യും. എല്ലാ ദിവസവും ഇവിടെയാണോ കിടക്കുന്നത്? ഞാനിപ്പം ഒരു വർഷം കൊണ്ട് ഇവിടെ കിടക്കുന്നു. ഞാനിവിടെ നേരത്തെ ആനന്ദ ലോഡ്ജിൻ്റെ അവിടെ ആയിരുന്നു കിടക്കുന്നത്. പല സ്ഥലങ്ങളായിട്ട് മാറിക്കിടക്കും അല്ലേ? അല്ല, ചിലപ്പം ബുദ്ധിമുട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ കടക്കാർക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ മാറിയല്ല പറ്റൂ. കടക്കാർ നല്ല സഹകരണമാണ്. കടക്കാർ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ കണ്ടു, കൈ കാണിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം. ഇവിടെ ഇത് ചന്ദനത്തിരി അല്ലേ? ചന്ദനത്തിരിയാണ് കത്തിച്ചു വെച്ചിരിക്കുന്നത്. വൈകിട്ടേ കിടക്കാൻ നേരത്തെ ചന്ദനത്തിരി മേടിച്ച് കത്തിക്കാറുണ്ട്, സാമ്പ്രാണിത്തിരി മേടിച്ച് കത്തിക്കാറ്. ഇവിടെ അരുൺ, ഇവിടെ ഈ ഭാഗത്ത് മാലിന്യം കിട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുള്ളതുകൊണ്ട് രാത്രി കൊതുക് ശല്യവും കൂടുതലാണ്. കൊതുകിന്റെ ശല്യം ഉണ്ടല്ലേ? കൊതുകിന്റെ ശല്യമുണ്ട്. അത് പകരമാകുമോ? കുഴപ്പമില്ല. കൊതുക് ഇതിപ്പോൾ വെളുക്കുന്നത് പോലെ അങ്ങനെ കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. വൈകിട്ട് ദൈവത്തെ വിളിച്ച് ഒരു തിരി കത്തിച്ച് അങ്ങനെ വെച്ചു കിടക്കുന്നുള്ളേ ഉള്ളൂ. ഇതിപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതങ്ങ് തീരും. പിന്നെ നമ്മളങ്ങ് കിടക്കും, കയ്യിലെല്ലാം പോതച്ച് അങ്ങ് കിടക്കും. നമ്മൾ സാധാരണ സുഖനിദ്ര എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉറങ്ങുന്നവരുണ്ട് ധാരാളം. താങ്കളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ റോഡരികിൽ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തുടർച്ചയായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പോലീസുകാർക്ക് മൊത്തം എന്നെ അറിയാം. പോലീസുകാർക്ക് അറിയാം അല്ലേ? പോലീസുകാർക്ക് മൊത്തം എന്നെ അറിയാം. പോലീസുകാരുടെ ഭാഗത്തൊന്നും നമുക്ക് അതെ അരുൺ, പോലീസുകാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് DSP ഓഫീസിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ അപകടമുള്ളത് വണ്ടിയുടെ മാത്രമല്ല പ്രവീൺ, അടുത്തുള്ള മാലിന്യ കൂമ്പാരം, അവിടെ നിന്ന് വരുന്ന ഈച്ചയും കൊതുകും കടിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അസുഖങ്ങൾക്ക് കീഴ്പ്പെടാവുന്ന ജീവിതങ്ങളായി നിൽക്കുന്ന മനുഷ്യരുമുണ്ട് പ്രവീണിന്റെ കാഴ്ചയിൽ. താങ്ക് യു പ്രവീൺ. നമ്മളിപ്പോൾ കണ്ടത് പത്തനംതിട്ടയിലെ കാഴ്ചയാണ്. കേരളത്തിലെ ഓരോ നഗരത്തിലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. അവർക്ക് സ്വന്തമായി കൂരയില്ല, അവർക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ സ്ഥലവുമില്ല. സംസ്ഥാനത്ത് ഈ വർഷം സെപ്റ്റംബർ വരെ മാത്രം നടന്നത് 36,561 അപകടങ്ങളാണ്.